കുറച്ച് മാത്രമാണ് കുറച്ചെങ്കിലും സ്നേഹം മനസ്സിലാക്കിയിട്ടുള്ളത്. പൂർണ്ണമായിട്ട് ആ സ്നേഹം മനസ്സിലാക്കാൻ ഇതുവരെയും ആർക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇന്നു മുതലെങ്കിലും നമുക്കെങ്കിലും ആ ദൈവസ്നേഹത്തിൻ്റെ ആ ആഴം ഒന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. ദൈവം സമുദ്രങ്ങൾക്ക് അതിര് വച്ചിരിക്കുന്നു. എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹത്തിന് ഒരതിരും ദൈവം വെച്ചിരിക്കുന്നു. അതാണ് ദൈവത്തിൻ്റെ പ്രത്യേകത. സമുദ്രങ്ങൾക്ക് അതിര് വെച്ചിരിക്കുന്നു. എന്നാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തിന് യാതൊരു അതിര് വെച്ചിരിക്കുന്നു. പിന്നെ അതിര് വെച്ചിരിക്കുന്നത് ആരാണ്? നമ്മളാണ് അനുഭവിച്ചത്. നമ്മളങ്ങോട്ട് അടുത്ത് ചെല്ലുന്നില്ല. ധാരാളം അനുഭവിക്കാൻ അവസരം തന്നിട്ടും ദൈവസ്നേഹം അനുഭവിക്കാതെ, ദൈവസ്നേഹം ആസ്വദിക്കാതെ, ദൈവസ്നേഹം മറ്റുള്ളവർക്ക് കൊടുക്കാതെ മാനസികമായ വ്യഥ അനുഭവിച്ച് മുറിവുകളേറ്റ് ഇങ്ങനെ ജനം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും വലിയ ഔഷധമാണ് ദൈവസ്നേഹം എന്ന് പറയുന്നത്. ദൈവസ്നേഹം സ്വീകരിച്ചാൽ പല രോഗങ്ങളും മാറും, ടെൻഷൻ മാറും, പലതരത്തിലുള്ള അസ്വസ്ഥതകൾ മാറും. മറ്റുള്ളവരെ സ്നേഹിക്കാൻ നമുക്ക് ഏറ്റവും എളുപ്പം കഴിയും. നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്നറിയോ? ദൈവത്തിൻ്റെ സ്നേഹം നാം അനുഭവിക്കാൻ തയ്യാറാകാത്തത് കൊണ്ടാണ് മറ്റുള്ളവരെ സ്നേഹിക്കാൻ നമുക്ക് പറ്റാത്തത്. മറ്റുള്ളവരെ സ്നേഹിക്കണമെങ്കിൽ മറ്റുള്ളവരെ അറിയണം. ഒരാളെ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ആളെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. അറിയുക എന്ന് പറഞ്ഞാൽ പേരറിഞ്ഞാൽ പോരാ, അദ്ദേഹത്തിൻ്റെ നിറം അറിഞ്ഞാൽ പോരാ, അദ്ദേഹത്തിൻ്റെ ടേസ്റ്റ് അറിഞ്ഞാൽ പോരാ, പൂർണ്ണമായിട്ട് അറിയണം. പൂർണ്ണമായിട്ട് ദൈവത്തിന് നമ്മെക്കുറിച്ച് പൂർണ്ണമായിട്ട് അറിയാം. അതുകൊണ്ടാണ് ദൈവം നമ്മളെ സ്നേഹിക്കുന്നത്. നമുക്ക് ദൈവത്തെക്കുറിച്ച് ഒരു ചുക്കും അറിയില്ല. അതുകൊണ്ട് തന്നെയാണ് സ്നേഹിക്കാൻ പറ്റാത്തത്. ഇന്ന് മുതൽ 2024 ഏപ്രിൽ 28 മുതൽ നാം ചെയ്യേണ്ടത് യേശുവിനെ അല്ലെങ്കിൽ ദൈവത്തെ അറിയാൻ ശ്രമിക്കണം. ദൈവത്തെ പഠിക്കാൻ ശ്രമിക്കണം. ദൈവത്തെ പഠിക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് വചനം. അപ്പം ദൈവത്തെ പഠിക്കുക, ദൈവത്തെ മനസ്സിലാക്കുക, ദൈവത്തെ അറിയുക. എന്നാൽ മാത്രമേ നമുക്ക് ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാനായിട്ട് കഴിയൂ. ഓക്കെ, ഇപ്പം ദൈവത്തിൻ്റെ സ്നേഹം അറിയണമെങ്കിൽ ഫിലിപ്പിയർ 2-ാം അധ്യായം അതിൻ്റെ 5-6 വചനങ്ങൾ. നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സദൃശ്യത്തിലായി തന്നെ താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെ താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അതെ, യേശുക്രിസ്തുവിൻ്റെ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞാണ് പൗലോസ് തുടങ്ങുന്നത്. ആ ഭാവം എന്ന് പറയുന്നത് ചെറിയൊരു മാറ്റം വരുത്തണം. അത് ഇംഗ്ലീഷിലെ ആറ്റിറ്റ്യൂഡ് എന്നാണ്. മനോഭാവം, യേശുക്രിസ്തുവിൻ്റെ മനോഭാവം തന്നെ നമ്മളിലും, ഭാവമല്ല മനോഭാവം. നമ്മുടെ മനോഭാവം ആരുടെ ആയിരിക്കണം? യേശുക്രിസ്തുവിൻ്റെ ആയിരിക്കണം. നമ്മുടെ മനോഭാവം യേശുക്രിസ്തുവിൻ്റെ ആണോ? നല്ല മനോഭാവമാണോ? പോസിറ്റീവായിട്ടാണോ ചിന്തിക്കുന്നത്? ആണോ? എത്ര പേരുണ്ട് പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നത്?
ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പോസിറ്റീവായിട്ട് കാണാൻ കഴിയുന്ന എത്ര പേരുണ്ട്? നമ്മുടെ വീട്ടിലേക്ക് തന്നെ നമുക്ക് പോവാം. നമ്മുടെ ജീവിത പങ്കാളി നല്ലൊരു ഡ്രസ്സോ സാരിയോ വാങ്ങിച്ചു കൊണ്ടുവന്നാൽ അത് നല്ലതാണെന്ന് സന്തോഷത്തോടെ പറഞ്ഞ് സ്വീകരിക്കാൻ പറ്റും. എന്തെങ്കിലും ഒരു കുറവ് തിരിച്ച് സ്ത്രീജനങ്ങൾ കൂടുതലും അടുക്കളയിലാണല്ലോ അവരുടെ ജോലി. ഭക്ഷണം ഉണ്ടാക്കുക, നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അത് മേശയിൽ വിളമ്പി അത് കഴിച്ചു കഴിയുമ്പോൾ നല്ലതായിരുന്നു എന്നാരെങ്കിലും പറയാറുണ്ടോ? ഇറ്റ്സ് ഗുഡ്, വെരി ഗുഡ്, കൺഗ്രാ, നന്നായിരിക്കുന്നു മോളെ, നന്നായിരിക്കുന്നു പ്രിയതമേ, നന്നായിരിക്കുന്നു നന്നായിരിക്കുന്നു എന്ന് പറയുന്നുണ്ടോ? ഉണ്ടോ? നന്നായിട്ട് തോന്നിയാൽ തന്നെ പറയില്ല. തോന്നാനുള്ള അവസരം എന്തെങ്കിലും ഉപ്പ് കുറവെന്നോ എരിവ് കൂടുതലെന്നോ അല്ലെങ്കിൽ പുളിയെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പറഞ്ഞിട്ട് നമ്മൾ എഴുന്നേറ്റ് പോകുള്ളൂ അല്ലേ? ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 31. മതി. താനുണ്ടാക്കിയതൊക്കെ ദൈവം എന്ത് ചെയ്തു? ഒന്നിങ്ങനെ നോക്കി, എന്നിട്ട് എന്ത് പറഞ്ഞു? അതെത്രയും എൻ്റെ മക്കൾ നല്ല മക്കളാണ് എന്ന് പറയാൻ പറ്റുമോ? മക്കളെ, നിങ്ങൾ നല്ല മക്കളാണ്. കെട്ടിപ്പിടിച്ചൊരു മുമ്പ് കൊടുക്കാൻ പറ്റും. രാവിലെ എഴുന്നേറ്റിട്ട് മക്കളെ, എൻ്റെ പ്രിയ മക്കളെ, നിങ്ങൾ നല്ല മക്കളാണ് എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുക്കുക. അതിനു മുമ്പ് ജീവിത പങ്കാളിയെ കിട്ടി. ജീവിത പങ്കാളി, നീ എനിക്ക് ദൈവം തന്ന ജീവിത പങ്കാളിയാണ്, ഞാൻ തിരഞ്ഞെടുത്തതല്ല, ദൈവം എനിക്ക് തന്നത്. മാതാവിനെയും പിതാവിനെയും ഉപേക്ഷിച്ച് ഒരു പുരുഷൻ സ്ത്രീയോട് ചേരുന്നു, മാതാവിനെയും പിതാവിനെയും ഉപേക്ഷിച്ച് സ്ത്രീ പുരുഷനോട് ചേരുന്നു. രണ്ടുപേരും ഒരു ശരീരമായിട്ട് തീരുന്നു. ആ ജീവിത പങ്കാളിയെ നോക്കി രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ദൈവം എനിക്ക് തന്ന നീ സുന്ദരിയായിരിക്കുന്നു, സുശീലയായിരിക്കുന്നു, നീ മിടുക്കിയായിരിക്കുന്നു, നീ നല്ലതായിരിക്കുന്നു. 30 കൊല്ലമായി, പറയാൻ ബുദ്ധിമുട്ടാണ്. ആദ്യത്തെ 1-2 ദിവസം പറഞ്ഞു കാണും. തിരിച്ചിങ്ങോട്ടും പ്രിയതമ, എൻ്റെ ചേട്ടാ അല്ലെങ്കിൽ എൻ്റെ ബ്രദറെ, അങ്ങ് വളരെ മനോഹരമായിരിക്കുന്നു, ദൈവം എനിക്ക് തന്നതാണ് എൻ്റെ പ്രിയതമൻ, ഞാനങ്ങ് സ്നേഹിക്കുന്നു, ഗുഡ് എന്ന് പറയാൻ പറ്റുന്നില്ലെങ്കിൽ ക്രിസ്തുയേശുവിൻ്റെ മനോഭാവം നിങ്ങൾക്ക് ഇല്ല. പൗലോസ് പറയുന്നത് എന്താണ്? ക്രിസ്തുയേശുവിൻ്റെ മനോഭാവം തന്നെ നിങ്ങൾക്കും ഉണ്ടായിരിക്കട്ടെ. വചനം വായിച്ചാൽ പോരാ, പഠിച്ചാൽ പോരാ, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. കാലങ്ങളെല്ലാം ഇങ്ങനെ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയുള്ളത് പ്രതിബന്ധങ്ങളും പ്രതികൂലങ്ങളും പ്രശ്നങ്ങളുമാണ്. ചൂട് എങ്ങനെയുണ്ട്? കൊള്ളാല്ലേ? 40, പാലക്കാട്, തൃശ്ശൂർ ഒക്കെ 40ആണ്, നാളെ 41 ആവും എന്ന് പറഞ്ഞു. എൽ നീനോ പ്രതിഭാസം കഴിഞ്ഞു പോയി. ഇനി എന്താണെന്നുള്ളത് സസ്പെൻസിലാണ്. എന്ത് സംഭവിക്കാം? ഭയപ്പെടുത്താൻ വന്നതല്ല, എന്ത് സംഭവിക്കാം എന്ന് പറഞ്ഞത് ഒരുങ്ങിയിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വചനം വായിക്കാനും പഠിക്കാനും മാത്രം ശ്രമിച്ചാൽ പോരാ, ആത്മവഞ്ചകരാകാതെ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള ഒരു തത്രപ്പാട് നമുക്കുണ്ടാകണം. അതുകൊണ്ട് വലിയ പുള്ളി വ്യത്യാസമില്ലാതെ നമ്മളിത് അനുസരിക്കണം. അപ്പോഴാണ് തൃപ്തിയും സ്നേഹമൊക്കെ നമുക്ക് കിട്ടുന്നത്. അപ്പം ഇന്ന് മുതൽ ക്രിസ്തുയേശുവിൻ്റെ മനോഭാവമുള്ളവരായിരിക്കണം. ചേഞ്ച് ഓഫ് ആറ്റിറ്റ്യൂഡ്. മനോഭാവത്തിൽ മാറ്റം വരട്ടെ. നമ്മുടെ മനോഭാവം ഇന്നു മുതൽ എങ്ങനെയായിരിക്കണം? യു ഷുഡ് ബി പോസിറ്റീവായിരിക്കണം.
പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക കേട്ടോ. അതിൻ്റെ ഒരു സയൻറ്റിഫിക്കായ കാര്യം കൂടി പറയാം. ഒരു മനുഷ്യൻ പോസിറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യും, നെഗറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ നെഗറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യും. നമ്മളൊരു കാര്യം പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നെങ്കിൽ പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യും. ചിന്തയിൽ തന്നെ രാസപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിൽ രാസപ്രവർത്തനങ്ങൾ നടക്കുന്നു. അതുകൊണ്ട് പോസിറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ എല്ലാത്തിനും ഒരു പ്രത്യേകമായൊരു ഭാവം, ഒരു അനുഭവം ഉണ്ടാവും. പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യും. നെഗറ്റീവായിട്ട് ചിന്തിച്ചാലോ നെഗറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ പിന്നീടുള്ള നിമിഷങ്ങളൊക്കെ നെഗറ്റീവായിരിക്കും. നാം നമ്മുടെ ഭവനത്തിൽ നെഗറ്റീവായിട്ട് ചിന്തിച്ചു, കോപിച്ചു, വഴക്കിട്ടു, അന്നത്തെ ദിവസം മുഴുവൻ നിങ്ങൾക്ക് ട്രാജഡി ആയിരിക്കും. പിന്നീട് വരുന്ന നല്ല നിമിഷങ്ങളാണെങ്കിൽ പോലും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അസ്വസ്ഥതയോ പ്രശ്നങ്ങളോ തലവേദനയൊക്കെ ആയിരിക്കും. ദിവസം പോയി, രാവിലെ അത് വേണ്ടായിരുന്നു, ദിവസം പോയി എന്നൊക്കെ പലരും പറയുന്ന കേട്ടിട്ടില്ലേ? അതുകൊണ്ട് ഹലോ ചെക്ക്. ഓക്കെ, ഇന്ന് മുതൽ, ഇപ്പോൾ മുതൽ എല്ലാം പോസിറ്റീവായിട്ട് കാണുക. ഇത് കരണ്ട് പ്രശ്നമുണ്ട്, അതിലും വിഷമിക്കണ്ട, അതും പോസിറ്റീവായിട്ട് കാണുക. എങ്ങനെ കാണുക? ഇതെല്ലാം നമ്മൾ സഹിക്കാൻ തയ്യാറായിട്ട് വേണം മുന്നോട്ട് പോകാൻ. ഇതെല്ലാം പ്രശ്നം, ഇതിലും വലിയ പ്രശ്നങ്ങളാണ് വരുന്നത്. തീയിൽ കുരുത്താൽ വെയിലത്ത് പാടില്ല എന്ന് പറയുന്നത് പോലെ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും വരവേൽക്കാൻ നാം തയ്യാറായിരിക്കും. അതുകൊണ്ട് ക്രിസ്തുയേശുവിൻ്റെ മനോഭാവം, ആദ്യത്തെ പോയിന്റ് ഇതാണ്: എല്ലാം നല്ലതായിട്ട് കാണണം, എല്ലാം പോസിറ്റീവായിട്ട് കാണണം. ഒരു മനുഷ്യൻ പോസിറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യും, നെഗറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ നെഗറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യും. സോ യു ഷുഡ് ബി പോസിറ്റീവ്. ഇന്ന് മുതൽ നമ്മളെങ്ങനെയാണ്? അനുഗ്രഹ ചർച്ചിൽ വരുന്നവരെല്ലാം എങ്ങനെയാണ്? പോസിറ്റീവാണ്. ഒരു പ്രശ്നങ്ങളും ഇല്ല. കറണ്ട് പോയി, ഇതിപ്പോൾ ഇവിടുത്തെ ട്രബിളാണ്. പുറത്ത് ലൈനിൽ നിന്നാണ് പോയത് വിചാരിക്കുക. എന്ത് ചെയ്യും? മൈക്കിലൂടെ താഴെ വയ്ക്കണം, അങ്ങോട്ട് അടുത്ത് നിൽക്കും, ചൂടെടുക്കും. ആ ചൂടിൽ ലയിച്ചിരുന്നു കൊണ്ട് കൈകൊട്ടി പ്രാർത്ഥിച്ച് ദൈവത്തെ ആരാധിക്കാനുള്ള മനോഭാവം നേടിയെടുക്കണം. അതാണ് യേശുക്രിസ്തുവിൻ്റെ മനോഭാവം. ഞാൻ നിങ്ങളെ അയക്കുന്നു, നിങ്ങൾ ചെരുപ്പോ പേഴ്സോ സഞ്ചിയോ ഒന്നും എടുക്കണ്ട, അടുപ്പൊക്കോ, എൻ്റെ കരം നിങ്ങളുടെ മുകളിൽ. ആ മനോഭാവത്തിലേക്ക് വരാൻ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കും. ആദ്യം നമുക്ക് നമ്മോട് തന്നെ ഒരു മതിപ്പുണ്ടാവണം. ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഒക്കെ എല്ലാവരും മാറ്റണം കേട്ടോ. ഞാൻ കറുത്തതാണ്, എനിക്ക് പൊക്കമില്ല, അല്ലെങ്കിൽ എനിക്ക് വിക്കുണ്ട്, എനിക്ക് പ്രസംഗിക്കാൻ കഴിവില്ല, പാടാൻ കഴിവില്ല, അങ്ങനെയുള്ള ഒരു മനോഭാവം, തെറ്റായ രീതിയൊക്കെ മാറ്റിയിട്ട് ഐ ആം ഓക്കെ, ഞാൻ മിടുക്കനാണ്, ഞാൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനാണ്, എൻ്റെ കഴിവുകളെല്ലാം ദൈവം എനിക്ക് തരും, എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും. പൗലോസ് എന്താ പറഞ്ഞത്? ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ത്രൂ മൈ ഗോഡ്. ഫിലിപ്പിയർ എടുക്കണ്ട, 4:13 എന്താ പറയുന്നത്? എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവൻ. എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാണ്. അപ്പം എന്നെ ശക്തനാക്കുന്നവൻ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്കൊന്നിനും ഒരു കുറവില്ല. അതുകൊണ്ട് ഞാൻ മോശക്കാരനാണ്, എനിക്ക് വിക്കുണ്ട്, എനിക്ക് പലതരത്തിലുള്ള ഡിസബിലിറ്റി ഉണ്ടെന്ന് ആരും വിചാരിക്കില്ല. എല്ലാവർക്കും ഇവിടെ നിന്ന് എന്നെ പോലെ പ്രസംഗിക്കാൻ പറ്റും. ശ്രമിച്ചാൽ മതി. ആഗ്രഹം ഉണ്ടാകണം, പ്രാർത്ഥിക്കണം, പരിശ്രമിക്കണം. അതുകൊണ്ട് ഒരു മനോഭാവം എന്തായിരിക്കണം? ഐ ആം ഓക്കെ, ഞാൻ മിടുക്കനാണ്, എനിക്ക് എല്ലാ കഴിവുകളും ഉണ്ട്, ദൈവം തന്നിരിക്കുന്നതാണ് എല്ലാ കഴിവുകളും, അത് ഞാൻ ഉപയോഗിക്കണം
എന്നൊരു മനോഭാവം സ്വയമേ ഉണ്ടാവണം. എന്നോട് തന്നെ ഒരു മതിപ്പുണ്ടാവണം, എൻ്റെ ജീവിത പങ്കാളിയോട് മതിപ്പുണ്ടാവണം, എൻ്റെ മക്കളോട് മതിപ്പുണ്ടാവണം, എൻ്റെ കുടുംബത്തോട് മതിപ്പുണ്ടാവണം, എൻ്റെ പാസ്റ്ററോട് മതിപ്പുണ്ടാവണം, എൻ്റെ ചർച്ചിനോട് മതിപ്പുണ്ടാവണം, എല്ലാവരോടും മതിപ്പുണ്ടാവണം. എൻ്റെ ചിന്ത എപ്പോഴും പോസിറ്റീവാണ്. എനിക്ക് യാതൊരു പ്രോബ്ലവും, ഞാൻ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നു എന്ന് പറയാൻ ക്രിസ്തുവേശുവിൻ്റെ മനോഭാവം, അത് തന്നെയാണ് ക്രിസ്തുവേശുവിൻ്റെ മനോഭാവം. ഞാൻ ഇവളിൽ ഒരു തെറ്റും കാണുന്നു, ഞാൻ ഇവളിൽ ഒരു തെറ്റും കാണുന്നു. അതാണ് എൻ്റെ മനോഭാവം. തെറ്റൊത്തിരി ഉണ്ട്, പക്ഷെ ഞാൻ ഇവരിലൊരു തെറ്റും ഇവളിൽ ഒരു തെറ്റും കാണുന്നില്ല. അപ്പം മറ്റുള്ളവരുടെ തെറ്റും കുറ്റവും കണ്ടുപിടിക്കാൻ ശ്രമിക്കാതെ വാട്ട് ഈസ് മൈ പ്രോബ്ലം, വാട്ട് ഈസ് മൈ ഫോൾട്ട്, വാട്ട് ഈസ് മൈ വീക്ക്നെസ്. ഇന്ന് മുതൽ നമ്മൾ എങ്ങനെയായിരിക്കണം? മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പെറുക്കി, മറ്റുള്ളവരുടെ പോരായ്മകൾ പെറുക്കി ജീവിക്കുന്നവരാകരുത്. സെൽഫ് ഇൻസ്പെക്ഷൻ ഉള്ളവരായിരിക്കണം, ഓർ സെൽഫ് അനാലിസിസ്. വാട്ട് ഈസ് മൈ പ്രോബ്ലം, വാട്ട് ഈസ് മൈ ഫോൾട്ട്, വാട്ട് ഈസ് മൈ വീക്ക്നെസ്. എൻ്റെ പ്രശ്നം എന്താണ്, എൻ്റെ പോരായ്മ എന്താണ്, എൻ്റെ ട്രബിൾ എന്താണെന്ന് മനസ്സിലാക്കി അതിനെ കണ്ടുപിടിച്ച് നുള്ളി കളയുന്നവരായിരിക്കണം. മഹാനായ പ്ലേറ്റോ, കേട്ടിട്ടുണ്ടോ? പ്ലേറ്റോ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, മക്കളെ, നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ ഞാൻ നല്ലൊരു പോയിന്റ് പറഞ്ഞുതരാം. ഒരു സിമ്പിൾ തിയറി. ഒരു ദിവസം ഒരു മുൾച്ചെടിയെങ്കിലും പറിച്ചു കളയുക, പകരം ഒരു പൂച്ചെടിയെങ്കിലും നട്ടുപിടിപ്പിക്കുക. വെരി സിമ്പിൾ അല്ലേ? ഒരു ദിവസം ഒരു മുൾച്ചെടിയെങ്കിലും പറിച്ചു കളയുക, പകരം ഒരു പൂച്ചെടിയെങ്കിലും നട്ടുപിടിപ്പിക്കുക. നമ്മുടെ മനസ്സിലെ മുള്ളുകൾ എന്താണ് അത് കണ്ടുപിടിക്കണം, അത് നുള്ളി കളയണം. നമ്മുടെ മുറ്റത്ത് ഒരു ഗാർഡൻ ഉണ്ടെങ്കിൽ അതിലൊത്തിരി പുല്ലുകളുണ്ടെങ്കിൽ ഒന്നിച്ച് പറിച്ചു കളയാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഓരോന്ന് പറിച്ചു കളഞ്ഞാൽ മതി. സിംബോളിക്കായിട്ട് അദ്ദേഹം അവതരിപ്പിക്കുകയാണ്. നമ്മുടെ മുറ്റത്തൊരു ഗാർഡൻ ഉണ്ടെങ്കിൽ അതിലൊത്തിരി പുല്ലുകൾ വളർന്നു നിൽക്കുന്നു, ഒന്നിച്ച് കളയാൻ സമയമില്ല, നമുക്ക് ഒത്തിരി ജോലികളുണ്ട്. അപ്പം എന്താ ചെയ്യുന്നത്? ഒരു ദിവസം ഒരു മുള്ളുചെടി പറിച്ചു കളയുക. 10-30 ദിവസം കഴിയുമ്പോൾ എല്ലാ ചെടികളും എല്ലാ മുള്ളുകളും പോകും. പകരം എന്ത് ചെയ്യണം? ആ പോയ സ്ഥലത്തൊക്കെ പൂച്ചെടികൾ നട്ടുപിടിപ്പിക്കുക. അപ്പോൾ നമ്മുടെ മുറ്റം എന്തായിരിക്കും? ഗാർഡനായിട്ട് മാറും. അത് സിംബോളിക്കായിട്ട് അവതരിപ്പിക്കുകയാണ് അദ്ദേഹം. നമ്മുടെ മനസ്സിൽ ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ മനസ്സിലുള്ള പോരായ്മകൾ ഓരോന്ന് എല്ലാം കളയണ്ട, ഓരോന്ന് നുള്ളി കളയുക. ഒരു 10, 30, 40 ദിവസം കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലെ പോരായ്മകളൊക്കെ എല്ലാം മാറി. അവിടെ എന്ത് ചെയ്യണം? നല്ല പൂച്ചെടികൾ നട്ടുപിടിപ്പിക്കണം. മനസ്സിൽ നട്ടുപിടിപ്പിക്കാൻ പറ്റുന്ന പൂച്ചെടികൾ ഏതൊക്കെയാ? ആരെങ്കിലും ഒന്ന് പറഞ്ഞേ. മനസ്സിൽ നട്ടുപിടിപ്പിക്കാൻ പറ്റുന്ന പൂച്ചെടികൾ: സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. 9 ചെടികൾ നട്ടുപിടിപ്പിച്ച മനസ്സിൽ പിന്നെ അത് നല്ല ലോകത്തിലെ ഏറ്റവും വലിയ ഗാർഡനായിട്ട്. അപ്പം ഇന്ന് മുതൽ സ്വയം പരിശോധിക്കുകയും പോരായ്മകൾ കണ്ടുപിടിക്കുകയും ചെയ്യുന്നവരായിരിക്കണം. യേശു പറഞ്ഞത് തന്നെയാണ്, നിന്നിലൊരു കുറവുണ്ട് അല്ലേ? നിന്നിലൊരു കുറവുണ്ട്. യു ഹാവ് വൺ സിൻ. അതാണ് മാറ്റേണ്ടത്. ഇതാ ധനവാനായ യുവാവിനോട് മാത്രം പറഞ്ഞതല്ല, നമ്മോട്, എന്നോടും നിങ്ങളോടും എല്ലാവരോടും പറയുന്നതാണ്. നിന്നിലൊരു കുറവുണ്ട് കേട്ടോ, നിന്നിലൊരു കുറവുണ്ട്, അത് കണ്ടുപിടിക്കണം. ഐ ഹാവ് നോ പ്രോബ്ലം, ഐ ഹാവ് നോ ഫോൾട്ട്. എന്നിലൊരു പ്രശ്നമില്ല എന്ന് പറയുന്നവർക്കെല്ലാം എന്തെങ്കിലും ഒരു ട്രബിള് ഉണ്ടാവും. അത് കണ്ടുപിടിച്ച് മാറ്റി പിഴുതെറിയുമ്പോഴാണ് നമുക്ക് മറ്റുള്ളവരുടെ കണ്ണിലെ കരട് കാണാൻ കഴിയുന്നു. അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ മനോഭാവം തന്നെ നമ്മൾ. രണ്ടാമത്തെ മനോഭാവം എന്താണ്? ആ സ്നേഹം, യേശുക്രിസ്തുവിൻ്റെ സ്നേഹം അല്ലേ? ആ സ്നേഹം എന്ന് പറയുന്നത് അൺകണ്ടീഷണൽ ലവ് ആണ്. അൺകണ്ടീഷണൽ ലവ്. യേശുക്രിസ്തുവിൻ്റെ സ്നേഹവും നമ്മുടെ സ്നേഹമായിട്ട് വ്യത്യാസമുണ്ട്. യേശുക്രിസ്തുവിൻ്റെ സ്നേഹം എന്ന് പറയുന്നത് അൺകണ്ടീഷണലാണ്. നാം നല്ലവരായതുകൊണ്ടാണോ ദൈവം നമ്മളെ സ്നേഹിക്കുന്നത്? ആണോ? നാം നല്ലവരായതുകൊണ്ടല്ല ദൈവം നമ്മളെ സ്നേഹിക്കുന്നത്. ദൈവത്തിന് നമ്മളോട് കരുണയും കൃപയും എല്ലാം തോന്നുന്നത് കൊണ്ടാണ്
ഇഷ്ടം തോന്നുന്നു ദൈവത്തിൽ നമ്മൾ. അൺകണ്ടീഷണൽ. നാം എപ്പോഴും നിയമപ്രകാരമുള്ള സ്നേഹമാണ്. നീ പഠിച്ചാൽ നിനക്ക് ഡ്രസ്സ് വാങ്ങിച്ചു തരാം, നീ അനുസരിച്ചാൽ നിനക്ക് ഇന്ന ഗുണങ്ങൾ തരാം. എപ്പോഴും നമ്മൾ ആ കണ്ടീഷണലാണ് നമ്മുടെ സ്നേഹം. യേശുക്രിസ്തു അങ്ങനെയല്ല. നാം പാപം ചെയ്തിട്ടും നാം ദൈവത്തെ തള്ളിപ്പറഞ്ഞിട്ടും യേശുക്രിസ്തു നമ്മെ സ്നേഹിക്കും. എത്ര പ്രാവശ്യം നമ്മൾ മാപ്പ് ചോദിച്ചിട്ടുണ്ട് ഒരു കാര്യത്തിന്, അല്ലേ? എത്രയോ പ്രാവശ്യം കരഞ്ഞ് ക്ഷമ ചോദിച്ചിട്ടുണ്ട്. ഞാൻ പല പ്രാവശ്യം കരഞ്ഞ് ക്ഷമ ചോദിച്ച സന്ദർഭങ്ങളുണ്ട്. പക്ഷേ സാഹചര്യങ്ങൾ കൊണ്ട് ചിലപ്പോൾ വീണ്ടും അത് ആ തെറ്റിലേക്ക് പോകാം. അതാണ് മാനുഷികമായ ബലഹീനത. എന്നാലും ക്ഷമിക്കുകയാണ്. ഇനി ഞാൻ ക്ഷമിക്കില്ല എന്നൊരിക്കലും യേശു നമ്മളോട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് സ്നേഹിക്കാൻ പറ്റുന്ന അവസ്ഥ, യേശുവിൻ്റെ സ്നേഹം അനുഭവിച്ചറിയണം. ഇതേപോലെ സ്നേഹിക്കാൻ യേശു നമ്മൾ സ്നേഹിച്ചതുപോലെ നമുക്ക് ഇതുവരെയും ആരും സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടില്ല, കഴിയുമില്ല. ആ യേശുവിൻ്റെ സ്നേഹം മനസ്സിലാക്കാൻ കഴിയുമ്പോഴാണ് അത് നമുക്ക് യഥാർത്ഥത്തിൽ വിശ്വാസം വർദ്ധിക്കാനും സന്തോഷിക്കാനും കഴിയും. ഇന്നു മുതൽ സ്നേഹമുള്ളവരായിട്ട് തീരണം. അൺകണ്ടീഷണൽ ലവ്. നിബന്ധനകളില്ലാതെ സ്നേഹിക്കണം. നിബന്ധനകളില്ലാത്തൊരു സ്നേഹം നമുക്കുണ്ടാകും. പൗലോസ് തെസ്സലോനിക്കരുടെ ലേഖനത്തിൽ 1 തെസ്സലോനിക്കർ 3-ാം അധ്യായം 12-ാം വചനം വായിച്ച്. എന്നാൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം വർദ്ധിപ്പിക്കുന്നത് പോലെ കർത്താവ് നിങ്ങൾക്ക് തമ്മിലും എല്ലാവരോടുമുള്ള സ്നേഹം വർദ്ധിപ്പിച്ചു കവിയുമാറാക്കുകയും ഇങ്ങനെ കർത്താവായ യേശു തന്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷതയിൽ മതി ആ കവിയുമാറാകട്ടെ, അല്ലേ? കർത്താവായ യേശുക്രിസ്തുവിന് ഞങ്ങളോടുള്ള സ്നേഹം പോലെ നിങ്ങളുടെ സ്നേഹം മറ്റുള്ളവരോട് കവിഞ്ഞൊഴുകണം, വർദ്ധിച്ചു വരണം. സ്നേഹം ഉള്ളിലൊതുക്കി അത് പ്രകടിപ്പിക്കാതിരിക്കരുത്. അത് പ്രകടിപ്പിക്കേണ്ടതുപോലെ പ്രകടിപ്പിക്കണം. എല്ലാവരും സ്നേഹം പ്രകടിപ്പിക്കാൻ പിശുക്ക് കാണിക്കുന്നവരും. എല്ലാവർക്കും സ്നേഹം കിട്ടണം, കൊടുക്കാൻ ആർക്കും കഴിയില്ല. എനിക്ക് എൻ്റെ അപ്പച്ചൻ്റെ സ്നേഹം കിട്ടണം, അമ്മച്ചിയുടെ സ്നേഹം കിട്ടണം, അതേപോലെ തിരിച്ചു കൊടുക്കാനുള്ളൊരു മനസ്സ് നമുക്ക് വേണം. എന്നെ കല്യാണത്തിന് ക്ഷണിച്ചില്ല, അല്ലെങ്കിൽ ക്ഷണിക്കേണ്ടതുപോലെ ക്ഷണിച്ചില്ല, അതുകൊണ്ട് ഞാൻ പോകുന്നില്ല. എന്നെ ബഹുമാനിക്കേണ്ടതുപോലെ ബഹുമാനിച്ചില്ല, അതുകൊണ്ട് ഞാൻ തിരിച്ചു ബഹുമാനില്ല. അത് അൺകണ്ടീഷണൽ ലവ് ആവില്ല. എന്നെ കല്യാണത്തിന് ക്ഷണിച്ചതിൽ പോരായ്മ ഉണ്ടെങ്കിലും ഞാൻ അത് ക്ഷമിച്ച് പോകണം. അതാണ് സ്നേഹം. എന്നെ പരിചരിച്ചില്ലെങ്കിലും, എന്നെ സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിച്ചില്ലെങ്കിലും, എന്നെ ബഹുമാനിക്കേണ്ടതുപോലെ ബഹുമാനിച്ചില്ലെങ്കിലും ഞാൻ സ്നേഹിക്കണം. അതാണ് യേശുക്രിസ്തുവിൻ്റെ സ്നേഹം. ആ സ്നേഹം അപ്പോഴാണ് കവിഞ്ഞൊഴുകുന്നത്. മറ്റുള്ളവർക്ക് അത് ഫീൽ ചെയ്യണം. അദ്ദേഹം എന്നെ സ്നേഹിക്കുന്നു, അദ്ദേഹം എന്നെ നന്നായിട്ട് സ്നേഹിക്കുന്നു, അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെല്ലാതിരിക്കാൻ കഴിയില്ല. എന്നെ നിർബന്ധിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ സ്നേഹം. യേശുവിൻ്റെ സ്നേഹം ഇങ്ങോട്ട് വരാൻ നാം ഇവിടെ ആയിരിക്കുന്നത് കൊണ്ടാണ്. യേശുവിൻ്റെ സ്നേഹം കൊണ്ടാണ് നമ്മളിവിടെ വന്നത്, അല്ലേ? ഞാനിവിടെ നിന്ന് വചനം പറയാൻ എനിക്ക് ഭാഗ്യം കിട്ടിയത് യേശു എന്നെ സ്നേഹിച്ചത് കൊണ്ടാണ്. ഇവിടെ ഒരു ചർച്ച തുടങ്ങാൻ പോൾ മൂത്തേടൻ പാസ്റ്റർക്ക് അവസരം കിട്ടിയത് അദ്ദേഹത്തെ ദൈവം സ്നേഹിച്ചത് കൊണ്ടാണ്. ഇവിടെ നിങ്ങൾ ഓരോരുത്തരും വന്നിരിക്കുന്നത് ദൈവം നിങ്ങളെ സ്നേഹിച്ചത് കൊണ്ടാണ്. നിങ്ങൾ ദൈവത്തെ അറിയുന്നത് ദൈവം നിങ്ങളെ സ്നേഹിച്ചത് കൊണ്ടാണ്. എങ്ങനെയുള്ള സ്നേഹം? ആ ദൈവത്തിൽ നിന്ന് ആ സ്നേഹം കവിഞ്ഞൊഴുകി നിങ്ങളിലേക്ക് വന്നു. അതേപോലെ നിങ്ങൾ അനുഭവിക്കുന്ന സ്നേഹം നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുത്തില്ലെങ്കിൽ അയ്യോ കഷ്ടം. ആ സ്നേഹം മുരടിച്ചു പോകും, അത് തണുത്ത് ഉറഞ്ഞു പോകും. അതുകൊണ്ട് നിങ്ങൾ സ്നേഹം അനുഭവിക്കുന്നവരും അത് കൊടുക്കുന്നവരുമായിട്ട് മാറണം. ഒരു പെൺകുട്ടിയെ 18 വയസ്സ് വരെയും മാതാപിതാക്കൾ വളർത്തി. മാതാപിതാക്കൾ ഒത്തിരി സ്നേഹം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു പുരുഷനെ കണ്ട് കൊട്ടുകയും സന്ദർഭോചിതമായിട്ട് അതൊരു സ്നേഹബന്ധത്തിലേക്ക് വരികയും അത് കൂടുതൽ സ്നേഹബന്ധത്തിലേക്ക് വരികയും അത്
ഒളിച്ചോട്ടത്തിൻ്റെ വക്കിലേക്ക് വരികയും ചെയ്യുമ്പോൾ അതിൻ്റെ പുറകിലുള്ള സത്യം എന്താണ്? സ്നേഹം തന്നെയാണ്. അവിടെ ചെയ്യുന്നത് തെറ്റാണ്, ഒരിക്കലും നമ്മളതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. എന്നാലും അവര് മാതാപിതാക്കളെ വിട്ട് ഒളിച്ചോടി പോകുന്നത് എന്തുകൊണ്ടാണ്? സ്നേഹം അല്ലേ? സ്നേഹം കൊണ്ടാണ്. അപ്പൊ സ്നേഹത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിരുകളില്ലാത്ത സ്നേഹമാണ്, വ്യവസ്ഥകളില്ലാത്ത സ്നേഹം. വ്യവസ്ഥകളില്ലാത്ത സ്നേഹമാണ്. ആ സ്നേഹം ദൈവത്തിൽ നിന്ന് അനുഭവിക്കുമ്പോഴാണ് നമുക്ക് പൂർണ്ണമായ സന്തോഷവും സമാധാനവും ഉണ്ടാകുന്നത്. അതുകൊണ്ട് ദൈവസ്നേഹത്തിൽ വളരുവാനും അനുഭവിക്കാനും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മൂന്നാമത്തെ ഭാവം എന്താണ്? ക്ഷമിക്കുക. ക്ഷമിക്കാനുള്ള ഒരു മനോഭാവം നമ്മൾക്കുണ്ടാകും. നമ്മളെ വേദനിപ്പിക്കുന്നവരോടാണ് നാം ക്ഷമിക്കേണ്ടത്, അല്ലാത്തവരോട് ക്ഷമിക്കേണ്ട ആവശ്യമില്ല. നമ്മളെ വേദനിപ്പിക്കുന്നവരോട്, നമ്മെ മോശമായിട്ട് ചിത്രീകരിക്കുന്നവരോട്, നമ്മെ പറ്റിച്ചവരോട്, നമ്മെ ബഹുമാനിക്കാത്തവരോട്, നമുക്ക് വേണ്ടി ഗൂഢാലോചന നടത്തുന്നവരോട് എല്ലാവരോടും ക്ഷമിക്കുക. പത്രോസൊക്കെ തള്ളി പറഞ്ഞു പോയി അല്ലേ? ഇനി രക്ഷയില്ല എന്ന് പറഞ്ഞു. പത്രോസെല്ലാം ഉപേക്ഷിച്ചു പോയിട്ടും വീണ്ടും വലയെടുത്ത് വള്ളമെടുത്ത് പോയപ്പോഴും യേശു ഫോളോ ചെയ്യാണ്. അതാണ് ക്ഷമയും സ്നേഹവും കൂടിയാണ് അവിടെ കലർന്നിരിക്കുന്നത്. യേശു ഫോളോ ചെയ്യാണ്. അവര് എല്ലാം പിടിച്ച് കഷ്ടപ്പെട്ട് വരുമ്പോൾ അവിടെ വിറക് കൂട്ടി മീൻ ചുട്ട് മക്കൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന പിതാവ്. നമുക്ക് പറ്റുമോ? നമ്മുടെ മക്കള് ഏതെങ്കിലും കാരണത്താൽ നമ്മുടെ ഭവനത്തിൽ നിന്ന് മാറി താമസിക്കുകയോ പിണങ്ങിപ്പോവുകയോ ചെയ്താൽ അവരുടെ അടുത്ത് ചെന്ന് അവരെ മാടി പിടിച്ച്, അവരെ കെട്ടിപ്പിടിച്ച്, അവരോട് ക്ഷമിച്ച്, അവർക്കൊന്നു കൊടുത്ത് അവരെ തിരിച്ചു കൊണ്ടുവരുവാനായിട്ട് സാധിക്കുമോ? ക്ഷമിക്കുക. നമ്മോട് ക്ഷമിച്ചതുപോലെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ നിറവേറണം. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണം. എല്ലാം നല്ലതാണ്. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ഇത് ആര് പഠിപ്പിച്ച പ്രാർത്ഥനയാ? കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന. ഞാനോ മൂത്തേടം പാസ്റ്റോ പഠിപ്പിച്ചതല്ലല്ലോ. എന്താണ് യേശു പറയുന്നത്? നിങ്ങളുടെ കടക്കാരോട് നിങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും. ധനവാനായ ഒരു മനുഷ്യൻ, അദ്ദേഹം ഒരാൾക്ക് കുറെ പണം കൊടുത്തു. അത് കൊടുത്ത് വിട്ടാൻ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ എന്ത് ചെയ്തു? അദ്ദേഹം വന്ന് കരഞ്ഞ് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തു. എന്ത് ചെയ്തു? നീ പണം ഇളച്ചു കൊടുത്തു. നീ ബുദ്ധിമുട്ടല്ലേ, ഞാൻ മനസ്സിലാക്കുന്നു വയ്ക്കാൻ. അത് കഴിഞ്ഞ് അയാൾ പോകുമ്പോൾ അദ്ദേഹം ഒരു 1000 രൂപ വിചാരിക്കുക, 1000 രൂപ അടിച്ചു കൊടുത്തു. അങ്ങനെ സന്തോഷമായിട്ട് പോകുമ്പോൾ അദ്ദേഹത്തിന് 100 രൂപ കൊടുക്കാനുള്ള ഒരാള് അല്ലേ വരുന്നു. അപ്പൊ എന്ത് ചെയ്യുന്നു? കൈവെട്ടി പിടിച്ചിട്ട് ഇത് വന്നേ, 100 രൂപ തരാനില്ലേ? അതെവിടെ? അയ്യോ പിന്നെ തരാം ഒരാളായി പറയുന്നു, തന്നിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് ആളെ പിടിച്ച് കെട്ടി അവിടെ ഇട്ടു. ഇത് യജമാനൻ അറിയുന്നു. ഏത് യജമാനൻ? 1000 രൂപ ഇളച്ചു കൊടുത്ത യജമാനൻ ഇത് അറിയുന്നു. പിടിച്ചിട്ട്, ദുഷ്ടനായ ദാസ, നിനക്ക് ഞാൻ 1000 രൂപ ഇളച്ചു തന്നില്ലേ? എന്നിട്ട് 100 രൂപ തരാനുള്ള സഹോദരനെ നീ പീഡിപ്പിക്കുന്നു. ദുഷ്ടനായ ദാസ. നമുക്ക് ഒത്തിരി പാപങ്ങൾ ചെയ്തിട്ടും ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും നമ്മെ ക്ഷമിച്ച് നമ്മെ പരിപാലിച്ചു പോരുന്ന യേശുവിൻ്റെ മനോഭാവമുള്ളവരാണെങ്കിൽ നമുക്ക് ആരെങ്കിലും
പൈസ തരാനുണ്ടെങ്കിൽ, നമ്മോട് ആരെങ്കിലും ബഹുമാനക്കുറവ് കാണിക്കുന്നുണ്ടെങ്കിൽ, നമ്മോട് ആരെങ്കിലും അപമര്യാദയായിട്ട് പെരുമാറുന്നുണ്ടെങ്കിൽ, നമ്മോട് ആരെങ്കിലും ഏതെങ്കിലും മോശമായ രീതിയിൽ വ്യവഹരിക്കുന്നുണ്ടെങ്കിൽ, നമുക്ക് യേശുവിൻ്റെ മനോഭാവമുള്ളവരായിട്ട് അവരെ കെട്ടിപ്പിടിച്ച് സ്നേഹിച്ച് അവരോട് ക്ഷമിച്ച് അവരോടൊപ്പം ഭക്ഷണം കഴിക്കാനും അവരോടൊപ്പം യാത്ര ചെയ്യാനും അവരോടൊപ്പം പ്രാർത്ഥിക്കാനും അവരോടൊപ്പം സന്തോഷിക്കാനും നമുക്ക് കഴിയുമോ? കഴിഞ്ഞാൽ യേശുവിൻ്റെ മനോഭാവമുള്ളവരായിട്ട് നാം മാറി എന്ന് നമുക്ക് സന്തോഷിക്കാം. യേശുവിൻ്റെ മനോഭാവമുള്ളവരായി. അടുത്ത മനോഭാവം എന്താണ്? അപ്രോച്ചബിൾ ആയിരിക്കണം. അപ്രോച്ചബിൾ ആയിരിക്കണം. നമ്മുടെ അടുത്ത് വരാൻ എല്ലാവരും കഴിയുന്നുണ്ടോ? ഇവിടെ എഴുതിയിരിക്കുന്നത് ദൈവസ്വരൂപത്തിലിരുന്നവൻ, അല്ലേ? ദൈവസ്വരൂപത്തിലിരുന്നവൻ ഇത് മുറുകെ പിടിക്കാതെ താഴോട്ട് മനുഷ്യനായി, പൂർണ്ണ മനുഷ്യനായി താഴോട്ട് വന്നു. അല്ല, രാജാവായിട്ടല്ല വന്നത്, ദൈവമാണ്. അവിടെ ആർക്കും പോയിക്കൂടാ, അനുവാദം വേണം. അപ്രോച്ചബിൾ ആയിരുന്നു. ഏത് കുഷ്ഠരോഗിക്കും, ഏത് വേശ്യയ്ക്കും, ഏത് കള്ളനും, ഏത് ചുങ്കക്കാരനും, ഏത് മീൻപിടുത്തക്കാരനും ആർക്കും കടന്നു വരാവുന്നൊരു മനോഭാവം യേശുവിനുണ്ടായിരുന്നു. അപ്രോച്ചബിൾ ആയിരുന്നു. നമ്മുടെ ഭവനത്തിലേക്ക് ഓടിക്കേറിയ ഒരാൾക്ക് വരാൻ പറ്റുമോ? ചീഞ്ഞു നാറി മുഷിഞ്ഞു വരുന്ന ഒരു ബംഗാളിക്കോ അല്ലെങ്കിൽ ഒരു യാചകനോ നമ്മുടെ മുറിയിലേക്ക് വരാൻ പറ്റുമോ? ഒരുമിച്ച് ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കൊടുക്കുമോ? ഇന്ന് 3 മണിക്ക് വിശ്രമിക്കുമ്പോൾ ഒരു ബംഗാളി മുഷിഞ്ഞു നാറി, ബംഗാളി പണിയെടുക്കുന്ന ആളല്ല, ആരുമായിട്ട് ബംഗാളി ആവണമെന്നില്ല, ഒരു യാചകൻ വന്ന് 2 ദിവസമായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് എത്തിരി ഭക്ഷണം തരാമോ എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ ഭക്ഷണം കൊടുക്കുന്നു വരും. എവിടെ കൊടുക്കും? എവിടെ വെച്ച് കൊടുക്കും? എവിടെ വെച്ചാൽ കൊടുക്കുക? മുറ്റത്ത് ഒരു ഡിസ്പോസിബിൾ പ്ലേറ്റിൽ വെച്ച് കൊടുക്കുക. എന്താ? അപ്പം തന്നെ ഒരു BMW കാറിൽ ഒരാൾ വന്ന് അകത്തേക്ക് കയറി, ഇവിടെ ഇരുന്നാൽ മതി, ചൂടല്ല, അല്ല അകത്തിരിക്കുന്നു, അല്ല ചൂടല്ല ഇവിടെ, അല്ല അകത്തിരിക്കുകയും ഡൈനിങ് ടേബിളിൽ വെച്ച് ഭക്ഷണം കൊടുക്കും. മറ്റേ ആൾക്കോ? അപ്രോച്ചബിൾ ആയിരിക്കണം. എല്ലാവരെയും അടുത്തേക്ക് വരാൻ അനുവാദമുള്ളവനാണ് യേശു. യേശുവിൻ്റെ ശിഷ്യന്മാരാണെന്ന് അവകാശപ്പെടുന്നെങ്കിൽ മനോഭാവത്തിൽ മാറ്റം വരുത്തണം. ആ BMW കാറിൽ വന്നവരെ ഡൈനിങ് ടേബിളിൽ സ്വീകരിക്കുന്നത് പോലെ ആ യാചകനെയും ഇരുത്തി സ്വീകരിച്ച് ഫുഡ് ആസ്വദിച്ച് കഴിക്കാൻ അദ്ദേഹത്തിന് കൊടുക്കുമ്പോൾ യേശുവിൻ്റെ മനോഭാവമുള്ളവരായിട്ട് നമ്മൾ ഇതൊക്കെ സാധിക്കുന്ന കാര്യമാണോ എന്ന് പലരുടെയും മനസ്സിൽ തോന്നുന്നുണ്ട്. എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്ന് സാധിക്കുന്നോ അന്നേ ഞാൻ യേശുവിൻ്റെ ശിഷ്യനായിട്ട്. യേശു അംഗീകരിക്കണമെങ്കിൽ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ എന്താ? ക്രിസ്തുവിനെ അനുകരിക്കുന്നവൻ. പിണറായി വിജയനെ അനുകരിക്കുന്നവർ പിണറായി വിജയൻ്റെ പോലെ ചെയ്യും, അല്ലേ? നരേന്ദ്രമോദിനെ അനുകരിക്കുന്നവർ. ഇപ്പൊ ക്രിസ്ത്യാനി എന്ന് പറയാം. ക്രിസ്തുവിനെ അനുകരിക്കുന്നവരാണെങ്കിൽ ക്രിസ്തു ആർക്കും പക്ഷാഭേദം കാണിക്കാതെ എല്ലാവരെയും കം 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 വരുവിൻ വരുവിൻ വരുവിൻ. നീ ആരാ? ചുങ്കവര മാറിയേക്ക്. നീ ആരാണ്? വേശ്യ. നീ ആരാണ്? മാറിയേക്ക് എന്ന് പറഞ്ഞോ? എല്ലാവരെയും സ്വീകരിക്കണം. അപ്രോച്ചബിൾ ആയിരിക്കണം. അപ്രോച്ചബിൾ ആയിരിക്കണം. കുഞ്ഞുങ്ങൾ കയറി വന്നു, അല്ലേ? കുഞ്ഞുങ്ങൾ കയറി വന്നപ്പോൾ എന്ത് പറഞ്ഞു? ശിഷ്യന്മാർ പറഞ്ഞു മാറ്റി മാറ്റി. ഗുരുവിന് ശല്യമാവും, ഗുരുവിന് ശല്യമാവും എന്ന് പറഞ്ഞപ്പോൾ നോനോ എനിക്ക് ശല്യമൊന്നുമില്ല, നിങ്ങൾക്കാണ് ശല്യം. എനിക്ക് ശല്യമൊന്നുമില്ല. അപ്രോച്ചബിൾ. കുഞ്ഞുങ്ങൾ എൻ്റെ അടുത്തേക്ക് വരികയും. നമ്മുടെ ഭവനത്തിലൊക്കെ വിരുന്നുകാർ വരികയോ കല്യാണാലോചനയ്ക്ക് ആളുകൾ വരികയോ റിയൽ എസ്റ്റേറ്റ് വരികയോ ബിസിനസ് മാനേജ്മെൻറ്റിനൊക്കെ വന്നിരിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ ക്യൂരിയോസിറ്റി കൊണ്ട് ഇങ്ങനെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? വിളിച്ചിട്ട് ദൈനം കൂടി അവിടെ കെട്ടിയിടാൻ പറ്റും. ശല്യം. ഒരു വർഷം എടുത്തേക്കാൻ അവിടെ കൂട്ടിയിട്ട് കേട്ടോ, പിന്നെയും വന്ന് ഒളിഞ്ഞു പോകും. അപ്രോച്ചബിൾ ആയിരിക്കണം.
സൈക്കോളജിക്കലായിട്ട് പറയാം, അങ്ങനെ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ ഭവനത്തിൽ വരുന്നുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങൾ ഒരിക്കലും തടയരുത്. അതാണ് യേശു പഠിപ്പിച്ചത്. സൈക്കോളജി അതിനകത്തുണ്ട്. കുഞ്ഞുങ്ങളെ പിടിച്ച് നമ്മുടെ മടിയിലിരുത്തുക. അവർ ബിസിനസ് മാനേജ്മെന്റ് പഠിക്കട്ടെ. അവിടെ പറയുന്നത് അവരറിയാവുന്ന രീതിയിൽ അവർ ശ്രവിക്കട്ടെ, ഗ്രഹിക്കട്ടെ. എന്ത് സംഭവിക്കുമെന്നും സംഭവിക്കില്ല. മടിയിലിരുന്നാൽ സ്വസ്ഥമായിട്ട് അവരിയ്ക്കും. കുറച്ച് കഴിയുമ്പോൾ ഇത് ഞങ്ങൾക്ക് പറ്റിയ ബിസിനസ് അല്ല എന്ന് മനസ്സിലാക്കുമ്പോൾ അവർ താനെ പോയി കളിച്ചോളും. തടയും തോറും ക്യൂരിയോസിറ്റി കൂടും. വായിലിട്ട് മുട്ടും, തട്ടും, വച്ചുണ്ടാക്കും, ഗ്ലാസ് പൊട്ടിക്കും, ബലൂൺ പൊട്ടിക്കും. പ്രായോഗിക വശം പറഞ്ഞാണ് അപ്രോച്ചബിൾ ആയിരിക്കണം, അവൈലബിൾ ആയിരിക്കണം. നമ്മൾ പലർക്കും ചിലർക്കൊക്കെ ചിലപ്പോൾ ഒരു അപ്പോയിൻമെൻറ്റ് കൊടുക്കാറുണ്ട്. 2 മിനിറ്റ് കൊണ്ട് തീർക്കണം കേട്ടോ, 2 മിനിറ്റ് കൊണ്ട് എനിക്ക് അവിടെ പോകണം, ഇവിടെ പോകണം, 2 മിനിറ്റ്. അങ്ങനെ ഒരു സമയം കൊടുക്കണ്ട. ഒരു അപ്പോയിൻമെൻറ്റ് കൊടുക്കുമ്പോൾ ആ ക്ലയൻറ്റിൻ്റെ സ്വസ്ഥതയ്ക്കും സമാധാനത്തിനും അനുസരിച്ച് നമ്മൾ സമയം കൊടുക്കണം. അപ്രോച്ചബിൾ ആയിരിക്കണം, അവൈലബിൾ ആയിരിക്കണം. തൃപ്തിയായോ? ഞാൻ പറഞ്ഞത് മനസ്സിലായോ? 2 മിനിറ്റും കൂടി ഇരിക്കണമെങ്കിൽ ഇരിക്കാം, കുഴപ്പമില്ല കേട്ടോ എന്ന് പറയുന്ന മനോഭാവം. അപ്രോച്ചബിൾ ആയിരിക്കണം, അവൈലബിൾ ആയിരിക്കണം, അക്കൗണ്ടബിൾ ആയിരിക്കണം. അക്കൗണ്ടബിലിറ്റി, കണക്ക് ബോധിപ്പിക്കണം. സമയത്തിന്, ആരോഗ്യത്തിന്, സമ്പത്തിന് എല്ലാം കണക്ക് ബോധിപ്പിക്കണം. ആഹാരത്തിന് കണക്ക് ബോധിപ്പിക്കണം. ഒത്തിരി പട്ടിണി, ഒത്തിരി വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ട്. ഇന്ന് മനോരമയിൽ അത് തന്നെ കാണിച്ചിട്ടുണ്ട്. വെള്ളത്തിന് വേണ്ടി നെട്ടോട്ട് ഓടുന്നു. ഇവിടെ വെള്ളം ഇങ്ങനെ തുറന്നിട്ട് വൈദ്യുതിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. വൈദ്യുതി. പക്ഷേ ഞാൻ നടക്കാൻ പോകുമ്പോഴും ട്യൂബ് ലൈറ്റൊക്കെ കത്തി കിടക്കുന്നു. ആർക്കും ഉത്തരവാദിത്തം? നമ്മുടെ ഭവനങ്ങളിൽ ഭക്ഷണങ്ങൾ ഉണ്ടാക്കിയിട്ട് വേസ്റ്റാക്കി കളയുന്നുണ്ടോ? അമേരിക്കയുടെ ശാപം എന്താണെന്നറിയോ? കോടിക്കണക്കിന് ഗോതമ്പ് കപ്പലിലാക്കി മുക്കിക്കളയുന്നു. ഒത്തിരി പേര് പട്ടിണി കിടക്കുമ്പോൾ അവർ അമേരിക്കയൊക്കെ പോട്ടെ, നമ്മുടെ ഭവനത്തിൽ ആഹാരങ്ങൾ ഉണ്ടാക്കി വേസ്റ്റാക്കി കളയുന്നുണ്ടോ? യേശു ശിഷ്യന്മാർക്ക് ഭക്ഷണങ്ങൾ, മീനും അപ്പോൾ എത്രയാ കൊടുത്തത്? 5 അത് കഴിഞ്ഞിട്ട് ബാക്കി എത്ര വന്നു? 12 കൊട്ടാണ്. പാസ്റ്റർ എങ്ങനെ മനസ്സിലാക്കി? ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നു. ഞാൻ പാസ്റ്റർ എന്ന് പറഞ്ഞോളൂ, നമ്മളും പാസ്റ്ററും ഞാനും എങ്ങനെ മനസ്സിലാക്കി? എഴുതി വെച്ചിരിക്കണമെങ്കിൽ യേശു കണ്ടണ്ടേ? 1, 2, 3, 4, 5, 12 എണ്ണിയില്ലേ? അതെന്തിനാ അവൻ എണ്ണിയെടുത്തത്? വേണമെങ്കിൽ തിന്ന് അത്ഭുതം വർദ്ധിപ്പിച്ച് തിന്നു കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോവാം. ഒന്ന്, വേസ്റ്റാക്കി കളയരുതെന്നുള്ള പ്രമാണം. ഇതിനു വേണ്ടി വിശന്ന് കാത്തിരിക്കുന്നവർ. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ഞാൻ 68 നടന്ന സംഭവമാണ്. ഞാനൊരു ഹോട്ടലിൽ നിന്ന് ഊണ് കഴിക്കുമ്പോൾ ഞാൻ കൈ കഴുകാനായിട്ട് ചെന്നപ്പോൾ ആ കൈ കഴുകുന്നതിൻ്റെ അപ്പുറത്ത് മതിലിൽ ഒരു ഹോളുണ്ട്. ഹോളിൽ കൂടെ ഞാനൊരു ശബ്ദം ഇങ്ങനെ കേട്ടപ്പോൾ, പട്ടിയാണോ എന്ന് അറിയാനായിട്ട് എന്തൊരു ശബ്ദം കേൾക്കുന്നു, ഇലയൊക്കെ അനങ്ങുന്നത്. അപ്പോൾ അവിടെ ഇല ഇട്ടിട്ടാണ് ഞങ്ങൾ കൈ കഴുകുന്നത്. പണ്ട് അങ്ങനെയായിരുന്നു. ഇല കൊണ്ടുപോയി കളയണം. 68 അപ്പം ഞാൻ ഈ ഇല ഇട്ട സ്ഥലത്തേക്ക് നോക്കിയപ്പോൾ ഒരാളവിടെ ഇരുന്ന് ഈ ഇലയിലുള്ള മീനും മുള്ളും ചോറും ഒക്കെ ഇങ്ങനെ വാരി തിന്നുകൊണ്ടിരിക്കും. ഓരോരുത്തരും ഇല ഇടുന്നതെന്ന് വാരി തിന്നുകൊണ്ടിരിക്കുന്നു. നമ്മളിവിടെ ചോറും കറി ഇറച്ചിയൊക്കെ വേസ്റ്റായി കിടന്നു. കാറ്ററിങ്ങിൽ ഒരു സദ്യ കിടന്നു കഴിയുമ്പോൾ എന്തുമാത്രം ഇറച്ചിയും മീനൊക്കെയാണ് വെറുതെ ഇങ്ങനെ തട്ടി കളയുന്നത്. അക്കൗണ്ടബിൾ ആയിരിക്കണം. ഒരു ചോറ് പോലും, ഒരു കഷ്ണം ഇറച്ചി പോലും കളയരുത്. അതിനുവേണ്ടി ദാഹിക്കുന്നവരും കൊതിക്കുന്നവരും ധാരാളം ഉണ്ടെന്ന് മനസ്സിലാക്കും. അപ്രോച്ചബിൾ ആയിരിക്കണം, അവൈലബിൾ ആയിരിക്കണം, അക്കൗണ്ടബിൾ ആയിരിക്കണം. യേശുവിൻ്റെ ഭാവം. അടുത്തെന്താണ്? യേശുവിൻ്റെ ഭാവം എമ്പതി ഉള്ളവരായിരിക്കും. സിമ്പതി അല്ല, എമ്പതി. ശിഷ്യന്മാർക്ക് സിമ്പതി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ തളർന്നു പോകും. യേശുവെ അവരെ വിടരുതെന്ന് ശിഷ്യന്മാർ പറഞ്ഞു. പക്ഷേ ഇത് കൊടുക്കേണ്ട കാര്യമൊന്നും അവർക്ക് അറിയില്ല. യേശു പറഞ്ഞത് അവരെ വിടരുത്, അവർക്ക് ഭക്ഷണം കൊടുത്തിട്ട് വിടാവൂ എന്ന് പറഞ്ഞ് അവരെ പന്തിയായിട്ട് ഇരുത്താൻ പറഞ്ഞു. യേശുവിന് എമ്പതി എന്ന് പറഞ്ഞാൽ
സഹഭാവം. അതാണ് സിമ്പതി, സഹതാപം, എമ്പതി, സഹഭാവം. സഹഭാവം എന്ന് പറഞ്ഞാൽ എൻ്റെ യേശുക്രിസ്തുവിൻ്റെ ഭാവം തന്നെ, യേശുക്രിസ്തുവിനുള്ള ആ വിശപ്പ്, യേശുക്രിസ്തുവിനുള്ള ദാഹം തന്നെ മറ്റുള്ളവർക്കുണ്ടെന്ന് യേശുവോട് മനസ്സിലാക്കി. നമുക്കെങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നു? എനിക്ക് വിശന്നാൽ എങ്ങനെയാണെന്ന് യേശു മനസ്സിലാക്കി, അതുകൊണ്ട് അവർ വിടലേ എന്ന് പറഞ്ഞത്. എനിക്ക് ദാഹിച്ചാൽ എങ്ങനെയാണെന്ന് യേശു മനസ്സിലാക്കി, അതുകൊണ്ടാണ് അവർ വിടലേ എന്ന് പറഞ്ഞത്. നമ്മുടെ വീട്ടിൽ വിരുന്നുകാരൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് പറയും? ഊണ് കഴിച്ചിട്ട് പോയാൽ പോരെ, ചായ കുടിച്ചിട്ട് പോയാൽ പോരെ, ഞാൻ വീട്ടിൽ പോയി കഴിച്ചോളാം. അത് സിമ്പതി എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ സഹതാപം. എമ്പതി, വീട്ടിൽ പോയിട്ടൊന്നും കഴിയാൻ പറ്റില്ല, ഇപ്പൊ തന്നെ 1:30 കാര്യങ്ങൾ തരുന്നു, പ്രാർത്ഥിക്കാന്ന് പറയുന്നു. പക്ഷെ ആർക്കും ഞങ്ങളുടെ അടുത്തിരിക്കാനോ ഒന്ന് കെട്ടിപ്പിടിക്കാനോ ഒരു ഉമ്മ തരാനോ സാധിക്കുന്നില്ല. മനുഷ്യന്റെ സ്പർശം അറിഞ്ഞിട്ട് കുറേ നാളായി, ഞങ്ങളുടെ അടുത്തൊന്ന് ഇരിക്കാവോ, ഞങ്ങളൊന്ന് തടവാവോ എന്ന് ചോദിക്കുന്ന അവസ്ഥ. അവിടെ സിമ്പതിയാണ് ഈ ലഡു കൊടുക്കുന്നതും പ്രാർത്ഥിക്കാന്ന് പറയുന്നതും കാണുന്നതൊക്കെ സിമ്പതിയുടെ. എമ്പതി എന്താണ്? ലഡുവും വേണ്ട, ബ്രെഡും വേണ്ട, ഒന്നും കൊണ്ടുപോകണ്ട. അവരുടെ അടുത്ത് ചെല്ലുക, അവരുടെ അടുത്തിരിക്കുക, അവരെ കെട്ടിപ്പിടിക്കുക, അവർ ഉമ്മ കൊടുക്കുക. അവരുടെ ബ്ലഡൊക്കെ നമ്മുടെ അടുത്ത് ശരീരത്തിലാവും, അതൊക്കെ കഴുകി കളഞ്ഞിട്ട് അവരെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിച്ച് പ്രാർത്ഥിക്കുക. അത് എമ്പതി ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. ആ മനോഭാവം യേശുവിനുണ്ടായതുകൊണ്ടാണ് ഇവളെ കെട്ടിപ്പിടിക്കാനും അവളുടെ കൂന് മാറ്റാനും കുഷ്ഠരോഗിയെ കെട്ടിപ്പിടിക്കാനും എല്ലാം സാധിച്ചത്. എമ്പതി, എമ്പതി, എമ്പതി. ഓടിച്ചെടുത്ത വിഷയം പറഞ്ഞിട്ട് പോകാൻ, ബാക്കിയുള്ളത് അടുത്ത തവണ. ട്രൂത്ത്ഫുൾ ആയിരുന്നു, ട്രൂത്ത്ഫുൾ, സത്യത്തിൻ്റെ നിറവിലായിരുന്നു യേശു, അല്ലേ? സത്യം സത്യമായി എന്ന് പറയുള്ളൂ. സത്യം സത്യമായി ഞങ്ങളോട് പറയും. സത്യത്തിൻ്റെ നിറവിലായിരിക്കണം. ഒരിക്കലും സത്യത്തിന് നിരക്കാത്തൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. സത്യത്തിന് നിരക്കാത്തൊന്നും, സത്യത്തിന് നിരക്കാത്തൊന്നും. ടാക്സ് അടയ്ക്കാൻ യേശു പഠിപ്പിച്ചു നമ്മളെ, അല്ലേ? ടാക്സ്, നമ്മൾ ടാക്സ് അടയ്ക്കണ്ടെന്ന് പറഞ്ഞില്ല. യേശു എന്താ പറഞ്ഞേ? സീസറിനുള്ളത് അത് മെയിലിൽ നിന്ന് തന്നെ. നമ്മൾ കൃത്യമായിട്ട് ടാക്സ് അടയ്ക്കുന്നുണ്ടോ? നമ്മൾ ആധാരം നടത്തുമ്പോൾ നമ്മൾ ശരിയായ വിലയാണോ കാണിക്കുന്നത്? ശരിയായ വിലയാണോ കാണിക്കുന്നത്? നമുക്ക് BPL അർഹതയുണ്ടോ? നമുക്ക് വാർദ്ധക്യ പെൻഷൻ വാങ്ങിക്കാൻ അർഹതയുണ്ടോ? കണക്ക് ബോധിപ്പിക്കണം, ട്രൂത്ത്ഫുൾ ആയിരിക്കണം. ഒരു പ്രിൻസിപ്പള് ഒരു പേരൻറ്റിനെ വിളിച്ചു. അദ്ദേഹം സിവിൽ സപ്ലൈസിൽ ജോലി ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തെ വിളിച്ചിട്ട് മകൻ്റെ കാര്യം പറഞ്ഞു. നല്ല മിടുക്കനാണ്, കൃത്യമായിട്ട് ക്ലാസ്സിൽ വരും, പഠിക്കും, നല്ല ഡ്രസ് കോഡാണ്, ഓക്കെ. അപ്പോൾ ഈ പേരൻ്റ് അങ്ങോട്ട് പോയി. എന്നിട്ട് പറഞ്ഞു, പോയിക്കോട്ടെ സാറേ എന്ന് പറഞ്ഞു. പോവല്ലേ, ഒരു കാര്യം കൂടി പറയാനുണ്ട്. നിങ്ങളുടെ മകൻ സ്റ്റാഫ് റൂമിൽ കയറി ഇടയ്ക്ക് പെൻസിലും A4 ഷീറ്റൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. ആരോടും പറഞ്ഞിട്ടില്ല, കോൺഫിഡൻഷ്യലാണ്. നിങ്ങൾ മാന്യനായതുകൊണ്ട് നിങ്ങളോട് മാത്രം പറഞ്ഞു, ഒന്ന് ഉപദേശിച്ച് ശരിയാക്കിയാൽ നല്ലത്, ബാക്കിയൊക്കെ ഓക്കെയാണെന്ന്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, നോ, എൻ്റെ മകനായിരിക്കില്ല, സാറിന് തെറ്റിപ്പോയതാണ്. എൻ്റെ മകൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ഞങ്ങൾ ശരിക്കും മനസ്സിലാക്കി പഠിച്ചിട്ടാണ് നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ മകൻ തന്നെയാണ്. അപ്പോൾ വീണ്ടും അദ്ദേഹം പറഞ്ഞു, ഒരിക്കലും എൻ്റെ മകനായിരിക്കില്ല. കാരണം ഞാൻ സിവിൽ സപ്ലൈസിലാണ് ജോലി ചെയ്യുന്നത്. അവിടെ നിന്ന് വരുമ്പോൾ ആവശ്യമുള്ള പേനയും പേപ്പറൊക്കെ എടുത്തുകൊണ്ടുവന്നവന്, അതുകൊണ്ട് ഒരിക്കലും ഞാനത് സമ്മതിക്കില്ല. അപ്പോൾ പ്രിൻസിപ്പിൾ പറഞ്ഞു, നിങ്ങൾ അവിടെ ചെയ്യുന്ന കാര്യമില്ലേ, അതൊന്ന് നിർത്തിയാൽ മതി. ഇതിവിടെ ട്രൂത്ത്ഫുള്ളായിരിക്കണം. അപ്പുറത്തുനിന്ന് തേങ്ങ നമ്മുടെ പറമ്പിലേക്ക് വീഴും, എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ എടുത്തതല്ല, നമ്മുടെ പറമ്പിലേക്ക് തേങ്ങ വന്നുകൊണ്ട് നമുക്ക് അടുത്തുകൊണ്ട് വയ്ക്കൂടെ? അമ്മച്ചി തേങ്ങ വേണ്ടിട്ടുണ്ട്, എന്ത് ചെയ്യണം? അത് അകത്തുകൊണ്ട് വയ്ക്കുമ്പോൾ ഇത്ര വെട്ടി ചോദ്യം ചോദിക്കണം. അമ്മച്ചി തേങ്ങ വീണ് എന്ത് ചെയ്യണം എന്ന് ചോദിക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ മനോഭാവമുള്ള അമ്മച്ചി എന്ത് പറയണം? നീ ഇപ്പം തന്നെ അത് അടുത്ത വീട്ടിൽ കൊണ്ടു കൊടുക്കണം, എന്നിട്ട് കഞ്ഞി കുടിച്ചാൽ മതി. കാരണം അത് അവരുടെ തേങ്ങയാണ്. ഒരു പ്ലെയിൻ നമ്മുടെ പറമ്പിൽ വീണാൽ അതാരെടുക്കും? ട്രൂത്ത്ഫുൾ ആയിരിക്കണം, സത്യത്തിൻ്റെ നിറവിലായിരിക്കണം. അടുത്തത് നോബിളായിരിക്കണം. നോബിൾ
മഹത്വമുള്ള ജീവിച്ചിരുന്നതിൽ ഏറ്റവും മഹാനായ മനുഷ്യനേതാ ലോകത്ത്? ജീവിച്ചിരുന്നതിൽ ഏറ്റവും മഹാനായ മനുഷ്യൻ യേശു ക്രിസ്തു അല്ലാതെ ഒരു മഹാനെ നിങ്ങൾക്ക് കാണിച്ചു തരാമോ? യേശു ക്രിസ്തു അല്ലാതെ ഒരു മഹാനെ കാണിച്ചു തരാമോ? ജീവിച്ചിരുന്നതിൽ ഏറ്റവും മഹാനായ മനുഷ്യനാണ് യേശു ക്രിസ്തു. അതേപോലെ യേശു ക്രിസ്തുവിന്റെ ഭാവമുള്ള നമ്മളെങ്ങനെയായിരിക്കണം? മഹത്വമുള്ളവര്. ചിന്തയിൽ മഹത്വമുണ്ടാവണം, നോട്ടത്തിൽ മഹത്വമുണ്ടാവണം, സംസാരത്തിൽ മഹത്വമുണ്ടാവണം, കേൾവിയിൽ മഹത്വമുണ്ടാവണം, ഡ്രസ് കോഡ് മഹത്വമുള്ളതായിരിക്കണം, ടച്ചിങ്സ് മഹത്വമുള്ളതായിരിക്കണം, നല്ല രീതിയിൽ ബിഹേവ് ചെയ്യണം. മറ്റുള്ളവർ പറയണം ഹീസ് എ ക്രിസ്ത്യൻ. ഷുവർ. എങ്ങനെ അറിയാം? ആ ഡ്രസ് കോഡ് കണ്ടോ? ആ ബിഹേവിയർ സയൻസ് കണ്ടോ? ആ ഫേസ് എക്സ്പ്രഷൻ കണ്ടോ? ആ സംസാരം കണ്ടോ? ആ ടച്ചിങ്സ് കണ്ടോ? ഷുവർ ഹീസ് എ യേശു ക്രിസ്തുവിൻ്റെ മനോഭാവമുള്ളവരായിട്ട്. ലാസ്റ്റ് പോയിന്റ്, ഇന്നത്തെ ലാസ്റ്റ് പോയിന്റ് എന്നെങ്കിലും ബാക്കിയുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാം. ലാസ്റ്റ് പോയിന്റ്, പ്രാർത്ഥിക്കുന്ന യേശു. എപ്പോഴാണ് പ്രാർത്ഥിക്കുന്നത്? യേശു ചില ബൈബിളിൽ എഴുതിയത് എന്താ? രാവിലെ 10 മണിക്ക് എഴുന്നേറ്റ് കുളിയും ജപവും കഴിഞ്ഞ് ഇഡലി എല്ലാം കഴിച്ച് 11 മണിക്ക് മനോരമ വായിച്ച് 12 മണിക്ക് യേശു പ്രാർത്ഥിക്കാൻ പോയി. അങ്ങനെയാണോ നമ്മുടെ ബൈബിളിൽ? സൗകര്യം അനുസരിച്ച് ബൈബിൾ മാറ്റുന്നവരുണ്ടല്ലോ. അപ്പം അവർ പറഞ്ഞതാണ് യേശു രാവിലെ 10 മണിക്ക് എഴുന്നേക്കുള്ളൂ. അത് കഴിഞ്ഞ് കുളിയും ജപം എല്ലാം കഴിഞ്ഞ് ഇഡലി എല്ലാം കഴിച്ച് മനോരമ വായിച്ച് തീർത്തതിന് ശേഷം 12 മണിക്ക് പ്രാർത്ഥിക്കാൻ. എൻ്റെ ബൈബിളിൽ എഴുതിയേക്കണം യേശു അതിരാവിലെ എഴുന്നേറ്റ്, മനോരമ വരുന്നതിന് മുമ്പ്, മനോരമ ഇങ്ങനെ കൊണ്ടുവന്നിടുന്നതിന് മുമ്പ് അതിരാവിലെ എഴുന്നേറ്റു. എങ്ങോട്ട് പോയി? യേശുള്ള റൂമിലേക്ക് പോയി. അല്ല, മലമുകളിലേക്ക് പോയി, വിജന സ്ഥലത്തേക്ക് പോയി, മുട്ടുകുത്തി പിതാവിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. എല്ലാത്തിനും അഭിപ്രായം ചോദിക്കുന്നു. അവിടുത്തെ ഇഷ്ടം നിറവേറണമെന്ന് പ്രാർത്ഥിക്കും. എൻ്റെ ഇഷ്ടമൊന്നും നിറവേറണ്ടെന്ന് പ്രാർത്ഥിക്കും. രാവിലെ എഴുന്നേറ്റ് മുട്ടുകുത്തിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്നെ ഒന്ന് ഫ്രീസ് ചെയ്യണം, പരിശുദ്ധാത്മാവെ എന്നെ ഫ്രീസ് ചെയ്യൂ. ഞാൻ ചിന്തിക്കുന്നത് പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിതമായിരിക്കണം. ഞാൻ കാണുന്നതും കേൾക്കുന്നതും സംസാരിക്കുന്നതും എല്ലാം അവിടുത്തെ നിയന്ത്രണത്തിൽ മാത്രമായിരിക്കണം. അല്ലെങ്കിൽ പാഴ്പാട് സംഭവിക്കും. അതുകൊണ്ട് അതിരാവിലെ എഴുന്നേറ്റ് മുട്ടുകുത്തി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരായിരിക്കും. ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നവരായിരിക്കും. ഒരു വചനോടി വായിച്ചിട്ട് നമുക്ക് വിലാപങ്ങളുടെ പുസ്തകം 2-ാം അധ്യായം 18-ാം വചനം. വിലാപങ്ങളുടെ പുസ്തകം 2-ാം അധ്യായം 18-ാം വചനം. ആർക്കും കിട്ടിയില്ലേ? നിനക്ക് തന്നെ സ്വസ്ഥത തരരുത്. എപ്പോഴെഴുന്നേറ്റ് എന്ന് പറഞ്ഞേ? രാത്രി യാമാരംഭത്തിൽ, യാമങ്ങളുടെ ആരംഭത്തിൽ എഴുന്നേറ്റിരുന്ന് എന്ത് ചെയ്യാൻ? TV കാണാനല്ലേ ചെയ്യണേ? അല്ല, യാമാരംഭത്തിൽ എഴുന്നേറ്റിരുന്ന് നിലവിളിക്കാൻ. എന്തിനു വേണ്ടി? അയ്യോ കടം ബാധ്യത വന്നിരിക്കുന്നു എന്ന്. ഇതിനാണോ വായിച്ച സൗകര്യം? ആ വായിച്ചോ. മതി.
വീഥികളുടെ തലക്കിലൊക്കെയും തളർന്നു കിടക്കുന്ന നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജീവരക്ഷയ്ക്കായി പ്രാർത്ഥിക്കാൻ. രാമാരംഭത്തിൽ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കാൻ പറയുന്നത്, വീഥികളുടെ തലക്കിലൊക്കെയും മദ്യപിച്ചും തെറ്റുകൾ ചെയ്തും തളർന്നു കിടക്കുന്ന നിന്റെ കുഞ്ഞുങ്ങൾ രക്ഷപ്പെടണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ യേശുക്രിസ്തു പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുന്നു. എപ്പോൾ എഴുന്നേറ്റ്? യാമാരംഭത്തിൽ എഴുന്നേറ്റിരുന്ന് നിന്റെ കണ്ണിന് വിശ്രമം കൊടുക്കാതെ നീ കരഞ്ഞ് പ്രാർത്ഥിക്കാൻ. അല്ലെങ്കിൽ അവരെന്ത് ചെയ്യും? വിശന്ന് തളർന്ന് കിടന്ന് കുഞ്ഞുങ്ങളെല്ലാം മരിച്ചു പോകും. ഇന്ന് ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്ന രോഗം മദ്യവും മയക്കുമരുന്നും മൊബൈൽ ഫോണും കൊണ്ട് കുഞ്ഞുമക്കളെല്ലാം ഒരു പരുവമായിരിക്കുന്നു. അതുകൊണ്ട് ഇന്നും വിലാപങ്ങളുടെ പുസ്തകത്തിൽ പറയുന്ന പോലെ നമ്മൾ എഴുന്നേറ്റ് അതിരാവിലെ യേശുക്രിസ്തുവിൻ്റെ മനോഭാവമുള്ളവരായിട്ട് മാറി അതിരാവിലെ എഴുന്നേറ്റ് നമ്മുടെ മക്കൾക്ക് എല്ലാവർക്കും വേണ്ടി, പുതുതലമുറയ്ക്ക് വേണ്ടി, ന്യൂജന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. ആരും നശിച്ചു പോകാതെ, പുഴുക്കത്തേക്കാതെ വിശുദ്ധിയിലേക്ക് വരുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുക്രിസ്തുവിൻ്റെ മനോഭാവം, സ്നേഹം, ക്ഷമ, പ്രാർത്ഥന, എമ്പതി, അപ്രോച്ചബിൾ, ഇങ്ങനെ ഒത്തിരി ഗുണങ്ങൾ നമ്മൾ പറഞ്ഞു. ബാക്കി ഉള്ള കാര്യങ്ങൾ എപ്പോഴെങ്കിലും ഇനി നമുക്ക് സന്ദർഭോചിതമായിട്ട് പറയാം. നമുക്ക് പ്രാർത്ഥിക്കാം. കാരണവാനായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അവിടുത്തെ പ്രിയപുത്രനായ യേശുക്രിസ്തുവിൻ്റെ മനോഭാവം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ യേശുക്രിസ്തുവിനെ അനുകരിക്കുന്നവരാണ്, പഠിക്കുന്നവരാണ്. പക്ഷേ ഇതുവരെയും യേശുക്രിസ്തുവിൻ്റെ മനോഭാവം എന്താണെന്ന് മനസ്സിലാക്കാനോ പഠിക്കാനോ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനോ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ഞങ്ങളോട് ക്ഷമിക്കണമേ. ഇന്നു മുതൽ യേശുക്രിസ്തുവിൻ്റെ യഥാർത്ഥത്തിൽ മനോഭാവമുള്ളവരായിട്ട് യേശുക്രിസ്തുവിനെ പോലെ ജീവിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുക. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ. ആമേൻ.